ഈ മോട്ടിവേഷൻ എന്ന കാര്യം കേൾക്കാനും കാണാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ വ്യക്തിയാണ് ഞാൻ. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ ഒരു മോട്ടിവേഷണൽ ക്ലാസ് എടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ചാലഞ്ചായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോ മോട്ടിവേഷണൽ മൺഡേ എപ്പിസോഡാണ്. തീർച്ചയായും മോട്ടിവേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവായിട്ടുള്ളത്. ആദ്യത്തെ പരീക്ഷണമാണ് ത്രൂ വീഡിയോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തുക. എങ്ങനെ ഉണ്ടായിരുന്നു ഈ അനുഭവം? കൂടാതെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഫീഡ്ബാക്സും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മോട്ടിവേഷൻ എന്നുള്ളൊരു കാര്യം പല രീതിയിലുള്ള ആൾക്കാർ പല തരത്തിലാണ് പ്രസൻറ്റ് ചെയ്യാറ്. ചില ആൾക്കാർ ഹിസ്റ്റോറിക്കായ ഇവൻറ്റ്സ് വെച്ച് ചെയ്യും. ചില ആൾക്കാർ ഫേമസ് പേഴ്സണാലിറ്റി, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ബിസിനസ് ടൈക്കൂൺസ്, അവരുടെ വിജയ രീതി വെച്ചിട്ട് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ തോൽവിയിൽ കൂടി വിജയത്തിലേക്ക് കടന്നുപോയ രീതിയിലും ഭാവത്തിലുമൊക്കെ വളരെ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ബീറ്റ്സൊക്കെ ഇട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ രീതി അല്പം വ്യത്യസ്തമാണ്. സ്റ്റുഡൻസിനായാലും എൻ്റെ ക്ലാസ്സിലായാലും മോട്ടിവേഷണൽ സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ ചെയ്യാറ് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, ഞാൻ കണ്ട കാര്യങ്ങൾ, ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ അത് പകരുകയാണ്. മോട്ടിവേഷൻ എന്നുള്ളത് ഒരു രീതിയിലുള്ള ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ്, കൂടാതെ ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു മാർഗമാണ് എന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നത്തെ സംഭവം നടക്കുന്നത് ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റിലാണ്. ഈ ഹൈപ്പർ മാർക്കറ്റിൽ പല രീതിയിലുള്ള വിപണിയുണ്ട്, പല രീതിയിലുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ട് ടെലികോം കമ്പനികളുടെ രണ്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ രണ്ട് അറ്റത്തായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരാൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അദ്ദേഹം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജോബാണിത്. സോ അദ്ദേഹം വളരെ എൻജിനീയറിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റും ആ ഒരു രീതിയും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അപ്രോച്ചും ആ രീതിയിലുള്ളതാണ്. ഇനി രണ്ടാമത്തെ ആൾ, അദ്ദേഹത്തിന് എൻജിനീയറിംഗ് ഒന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിനുമുണ്ട് ഒരു ഡിഗ്രി, ബികോം ഗ്രാജുവേറ്റാണ്. അദ്ദേഹമാണ് രണ്ടാമത്തെ ടെലികോം കമ്പനിയുടെ പ്രോഡക്റ്റ്, അതായത് സിം വിൽക്കുന്നുള്ളത്. സോ ഇവിടെ രണ്ട് വ്യക്തികളാണ്, രണ്ട് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്. രണ്ട് ഡിഫറെൻറ്റ് കമ്പനിയുടെ സിം വിൽക്കുന്ന ജോലിയാണ് ഇവർക്കുള്ളത്. ഈ രണ്ട് പേരും വിൽക്കുന്ന സിം എന്നുള്ളത് പോസ്റ്റ് പെയ്ഡ് കണക്ഷനാണ്. നമുക്കറിയാം, പൊതുവെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് പ്രീപെയ്ഡ് കണക്ഷനാണ്. കാരണം പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എന്നുള്ളത് പ്രത്യേകിച്ച് ഗൾഫിൽ ഒരു മിനിമം 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ ലോക്ക് ടൈം ഉണ്ടാകും. സോ അതിനിടയിൽ നിങ്ങളുടെ കരാർ ഭേദിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബാക്കിയുള്ള കാശ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പൊതുവെ ആൾക്കാർ പോസ്റ്റ് പെയ്ഡ് പ്ലാനിലേക്ക് താല്പര്യം കാണിക്കാറില്ല എന്നുള്ളതാണ്. സോ ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ആദ്യത്തെ വ്യക്തി എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള നല്ല എഡ്യൂക്കേറ്റഡായ, നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു സിമ്മ് വിൽക്കുന്നു, പോസ്റ്റ് പെയ്ഡ് സിമ്മാണ് വിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്രൊഡക്ട്സും ബ്രോഷേഴ്സും പ്ലാൻസും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തിയുടെ കയ്യിലും അവിടെയുമുണ്ട് പോസ്റ്റ് പെയ്ഡ് സിം, പ്ലാൻസും ബ്രോഷേഴ്സും കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിലുമുണ്ട്. സോ ഇവർ രണ്ടുപേരും അപ്രോച്ച് ചെയ്യുന്ന രീതി ഒരു കസ്റ്റമറിന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ആദ്യത്തെ വ്യക്തി എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബ്രോഷേഴ്സൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയുള്ള ഫ്ലയേഴ്സും ഒക്കെ ഉണ്ട് മുമ്പിൽ. കസ്റ്റമേഴ്സ് വരും, അത് നോക്കും, അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, അതിനുള്ള ഡൗട്ട് ഇവൻ ക്ലിയർ ചെയ്ത് കൊടുക്കും. വളരെ പർട്ടിക്കുലറായ, വളരെ സ്പെസിഫിക്കായ ടേംസിലാണ് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ചോദ്യം ചോദിച്ചാൽ അതിനുള്ള ഉത്തരം, ആ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് അദ്ദേഹത്തിൻ്റേത്. ഇനി രണ്ടാമത്തെ വ്യക്തി ബികോം പഠിച്ച ഒരാളാണ്. എൻജിനീയറിങ്ങുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ ഒരു ടെലികോം പ്രൊഡക്റ്റായ സിമ്മിനെ ആണ് ഇദ്ദേഹവും വിൽക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്. ഇവൻ ചെയ്യുന്നത് ഈ സിമ്മുമായി ബന്ധപ്പെട്ട്
പോസ്റ്റ് പെയ്ഡും പ്രീപെയ്ഡും തമ്മിലുള്ള വ്യത്യാസം ഇദ്ദേഹം മനസ്സിലാക്കി. റൂമിൽ ചെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്കില്ലാത്ത സമയത്ത് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇവൻ മനസ്സിലാക്കി. എന്നിട്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ ഒരു കസ്റ്റമറിന് ഗുണം നൽകും. അതായത് തീർച്ചയായും ഇദ്ദേഹം വിൽക്കുന്നത് പോസ്റ്റ് പെയ്ഡ് കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ്റെ മേന്മകൾ അദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി. എന്നിട്ട് വളരെ നല്ല രീതിയിലുള്ള ലേഔട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇദ്ദേഹം തന്നെ വളരെ കളർഫുള്ളായ ഡിസൈനൊക്കെ ചെയ്ത് ഒരാഴ്ചയോളം സമയമൊക്കെ എടുത്തു. ആൾക്കാരോട് ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മാനേജേഴ്സിനോടും ടെക്നിക്കൽ അസിസ്റ്റൻസും ഒക്കെ നേടിയാണ് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് അദ്ദേഹം ഫ്രണ്ടിൽ വെച്ചു. കൂടാതെ ചില പ്രത്യേക കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ മറ്റ് എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പേഴ്സണുള്ള അദ്ദേഹത്തിൻ്റെ കമ്പനിയേക്കാളും കൂടുതലുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പഠിച്ചു വെച്ചു. തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് പല കുറവുകളുമുണ്ട്. പക്ഷേ ആ കുറവുകളെക്കാളും കൂടുതൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കമ്പനിയും ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ സിമ്മും പോസ്റ്റ് പെയ്ഡ് കണക്ഷനും അതിനേക്കാൾ ബെറ്ററാണ്. കൂടാതെ അതിൻ്റെ യുണീക്ക് കാര്യങ്ങളുമൊക്കെയാണ് ഇദ്ദേഹം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ തീർച്ചയായും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത് നല്ല രീതിയിലുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസാണ്, നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷനാണ്. കൂടാതെ പോസ്റ്റ് പെയ്ഡും പ്രീപെയ്ഡും തമ്മിലുള്ള വ്യത്യാസമാണ്. എൻജിനീയറിംഗ് പരമായ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും തീർച്ചയായും കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും പറ്റുന്നുണ്ട്. അല്പം അറിയേണ്ട എൻജിനീയറിംഗ് കാര്യങ്ങളൊക്കെ ഇവൻ പഠിച്ചു വെച്ചിട്ടുമുണ്ട്. അത് കസ്റ്റമേഴ്സുമായി ഷെയർ ചെയ്യുന്നുമുണ്ട്. പക്ഷേ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റായ ഒന്നാമത്തെ കമ്പനിയുടെ സിം പോസ്റ്റ് പെയ്ഡ് വിൽക്കുന്ന അദ്ദേഹം ചെയ്യുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് അപ്രോച്ചാണ്. അദ്ദേഹത്തിൻ്റെ അകത്ത് ഒരു എൻജിനീയർ എന്നുള്ളൊരു ഭാവമുണ്ട്. ഞാനൊരു എൻജിനീയറാണ്, ഒരു സിമ്മ് വിൽക്കേണ്ട കാര്യമുണ്ടോ, അതിനുള്ള ഒരു കേപ്പബിലിറ്റി നേടാനാണോ എൻജിനീയറിംഗ് ചെയ്തത് എന്നുള്ളൊരു കുറ്റബോധമുണ്ട്. അതോടൊപ്പം ജോലിയില്ല എന്നുള്ളൊരു പ്രശ്നം വെച്ചിട്ടാണ് ഈ ചെറിയൊരു ജോബിലേക്കെങ്കിലും കയറിയത്. അതുകൊണ്ട് തന്നെ ആ കുറ്റബോധവും നന്നായി അലട്ടുന്നുണ്ട്. അതും കൂടാതെ ഈ ജോബിനേക്കാളും ബെറ്ററായ ജോബ് കിട്ടുമെന്ന പ്രതീക്ഷയുമുണ്ട്. സോ ആ രീതിയിലാണ് ഒരു ഗ്യാപ്പ് ഫില്ലറായിട്ടാണ് ഈ ജോബിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇദ്ദേഹം വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക, ആൾക്കാരോട് ചാറ്റ് ചെയ്യുക, ഇവൻ്റെ ഒന്നിച്ച് പഠിച്ച ആൾക്കാരുടെ ഡെവലപ്മെൻറ്റ്സ് കാണുക, ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ പോയി അദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം എന്ത് ചെയ്തു എന്നൊക്കെ കണ്ട് സ്വയം ഒരു കുറച്ചിൽ അനുഭവിക്കുക എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ അകത്ത് നടക്കുന്നത്. സോ ഒരു കസ്റ്റമർ വന്ന് ഒരു സിമ്മിനെ കുറിച്ച് ചോദിക്കുമ്പോഴോ പോസ്റ്റ് പെയ്ഡും പ്രീപെയ്ഡും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുമ്പോഴോ ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പ്രത്യേകതകൾ മറ്റ് BCom ഗ്രാജുവേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന കമ്പനിയേക്കാളും അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഇവന് കാര്യമായിട്ട് താല്പര്യവുമില്ല, സമയവുമില്ല. കൂടാതെ വല്ലാത്ത ഒരു കുറ്റബോധം വെച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് അതായത് സിമ്മ് വിൽക്കുന്നത്. സോ തീർച്ചയായും ഇതിനുള്ള എൻഡ് റിസൾട്ട് എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എൻഡ് ഓഫ് ദ മന്ത് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ക്വാർട്ടർ സെയിൽസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽസ് ആരായിരിക്കും നേടുക? നിങ്ങളാണ് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഏത് സിമ്മായിരിക്കും നിങ്ങൾ വാങ്ങിക്കുക? എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ് വിൽക്കുന്ന സിമ്മിന് നല്ല രീതിയിലുള്ള ഗുണമേന്മയുണ്ട്. അവരുടെ പ്രൊഡക്റ്റ്, സർവീസ് കാര്യങ്ങളുമൊക്കെ വളരെ നല്ലതാണ്. എങ്കിലും അത് നല്ല രീതിയിൽ പറഞ്ഞ് അറിയിക്കാനുള്ള താല്പര്യമോ സമയമോ ഇല്ലാത്ത എൻജിനീയറിംഗ് ഗ്രാജുവേറ്റിൻ്റെ കയ്യിൽ നിന്നായിരിക്കുമോ നിങ്ങൾ സിമ്മ് വാങ്ങിക്കുക? അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് അത്ര നല്ലതല്ല എങ്കിലും കസ്റ്റമറോട് നല്ല രീതിയിൽ പെരുമാറാൻ അറിയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നായിരിക്കുമോ നിങ്ങൾ സിമ്മ് വാങ്ങിക്കുക? ഇത് ഒരു ചെറിയ സിമ്മിൻ്റെ കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് ജീവിതവും. നമുക്ക് നമ്മുടെ ജോലി എന്നുള്ളത് വലിയ ഭാരമായി തോന്നാറുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, നമ്മൾ ആഗ്രഹിച്ച ജോലി ലഭിച്ചില്ല എന്ന് വരും. സോ ഒരു ഷോർട്ട് ടേം രീതിയിൽ ഒരു ഗ്യാപ്പ് ഫില്ലറായി നമ്മുടെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് നേടാൻ വേണ്ടി അല്ലെങ്കിൽ അതിനൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ജോലിയിൽ കയറുന്ന ആൾക്കാരുണ്ട്. സോ ആ രീതിയിൽ നമ്മൾ ജോലിയെ കാണുമ്പോൾ ആ ഒരു കുറവ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫീരിയർ കോംപ്ലക്സ്, ആ ഒരു കുറ്റബോധത്തോടെ വെച്ചാണ് നിങ്ങൾ ജോബ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ജോലിയിൽ നല്ല രീതിയിലൊന്നും വളരാൻ പറ്റില്ല എന്നുള്ളതാണ്. അതല്ല, വല്ലഭന് പുല്ലും ആയുധം എന്ന പോലെ നിങ്ങൾക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയെ
നല്ല രീതിയിൽ മുതലാക്കുകയാണ്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ്, സിമ്മാണ് വിൽക്കുന്നത്. അൾട്ടിമേറ്റ്ലി സിം എന്നുള്ളതൊരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റാണ്, ഒരു എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റാണ്. അതിൻ്റെ സെയിൽസും മാർക്കറ്റിങ്ങും മാത്രമല്ല, നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയാൽ, അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിംഗ് നോളജ് ഷെയർ ചെയ്യാൻ പറ്റിയാൽ, തീർച്ചയായും ഇദ്ദേഹത്തിന് സെയിൽസിലും മാർക്കറ്റിങ്ങിലും മാത്രമല്ല നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ ആ കമ്പനിയിൽ നിന്നും ലഭിക്കുമെന്നുള്ളതാണ്. ഈ രണ്ട് കമ്പനികളും വളരെ നല്ല രീതിയിലുള്ള പ്രോസ്പെക്റ്റ് ഉള്ള കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള വളർച്ച മാനേജേഴ്സ് നോട്ടീസ് ചെയ്യുകയും നല്ല രീതിയിലുള്ള പ്രൊമോഷൻ ലഭിക്കാനുമൊക്കെ കാരണമായി തീരുകയും ചെയ്യും. സോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് ജോബ് നേടുകയാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഏത് രീതിയിലുള്ള ജോബായാലും അതിൻ്റെ ലോങ് ടേം എഫക്റ്റ്, അതിൻ്റെ ബെനിഫിറ്റ്, കൂടാതെ ആ രീതിയിലുള്ള വളർച്ച നേടാനുള്ള ആഗ്രഹമൊക്കെ ജീവിതത്തിൽ വളരെ മുന്നോട്ട് നയിക്കുമെന്നുള്ളതാണ്. നമുക്ക് പ്രത്യേകിച്ച് അറിയുന്ന കാര്യമാണ്, ഈ ഒരു അവസ്ഥയിൽ നല്ല ജോബ് ലഭിക്കുക എന്നുള്ളത് അല്പം പ്രയാസം തന്നെയാണ്. സോ ലഭിച്ച ജോബിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. ലഭിക്കുന്നത് 1000 ആയാലും 10,000 ആയാലും ആ കാശിനുള്ള ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുക എന്നതൊക്കെയുള്ളത് നമ്മുടെ ട്രാൻസ്ഫറബിൾ സ്കില്ലിൻ്റെ ഭാഗമാണ്. എന്താണ് ട്രാൻസ്ഫറബിൾ സ്കിൽ, എന്താണ് ഷോർട്ട് ടേം ജോബ്, എന്താണ് ലോങ് ടേം ജോബ് എന്നൊക്കെയുള്ളത് ഇന്നലെ ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിലെ ഇംഗ്ലീഷ് ചാനലിൽ ഡിസ്കസ് ചെയ്തതാണ്. കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ചാനലിലെ എപ്പിസോഡ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായിരുന്നാലും ഈ ഒരു എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഒരു ജോബ് നേടുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക എംപ്ലോയ്മെൻറ്റ് രീതിയിലേക്ക് പോകുകയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ജോബ് ചെയ്യുന്നത്? നിങ്ങളുടെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യാനാണോ? നിങ്ങൾക്ക് വീടുണ്ടാക്കാനാണോ? കാറ് വാങ്ങിക്കാനാണോ? അല്ലെങ്കിൽ ബാക്കിയുള്ള ആഡംബരമായ രീതിയിൽ ജീവിക്കാനാണോ? അതല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലോങ് ടേം കരിയർ ഫുൾഫിൽ ചെയ്യാനാണോ? അതിൽ കൂടി നിങ്ങൾ സൊസൈറ്റിക്കും നിങ്ങളുടെ രാജ്യത്തിനും നിങ്ങളുടെ സമൂഹത്തിനും എന്തെങ്കിലും നൽകാനുള്ള ഒരു ആഗ്രഹം നിറവേറ്റാനാണോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതായിരുന്നാലും നിങ്ങളുടെ ഉത്തരം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക. സോ ഇതാണ് എൻ്റെ ചെറിയൊരു മോട്ടിവേഷണൽ വീഡിയോ എന്നൊന്നും പറയില്ല, എങ്കിലും അല്പം ഫ്രൂട്ട് ഫോർ തോട്ട്സ്, അല്പം ചിന്തിക്കാൻ, ഒരു ജോലിയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ. പാചകത്തിലെ ഒരു ബേസിക് റൂളാണ്, ചട്ടി ചൂടായിട്ട് എണ്ണ തിളച്ച് അതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടത്. തണുത്ത ചട്ടിയിൽ ഓയിലും തണുത്തതാണ് എങ്കിൽ നിങ്ങൾ എന്ത് ഇൻഗ്രീഡിയൻസ് അതിൽ ആഡ് ചെയ്താലും അതിൽ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.